ഹായ് മക്കളെ, അപ്പോൾ നമ്മൾ ഇൻ്റഗ്രൽസ് എന്ന് പറയുന്ന +2ലുള്ള ഏറ്റവും വലിയ ചാപ്റ്ററും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററുമാണ് ഇൻ്റഗ്രൽസ് എന്ന് പറയുന്നത്. ഇൻ്റഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മക്കളെ, ഇൻ്റഗ്രൽസിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ ആളുകൾക്ക് ഇൻ്റഗ്രൽസ് തീരെ ഇഷ്ടമുണ്ടാവില്ല. ഇത് ഒഴിവാക്കാൻ വിചാരിച്ചിരിക്കുന്ന കുറേ ആളുകളുണ്ടാവും. അങ്ങനത്തെ ആൾക്കാർ നിർബന്ധമായിട്ടും ഞാനൊരു 10-14 ക്വസ്റ്റ്യൻ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 14 ക്വസ്റ്റ്യനാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ആ 14 ക്വസ്റ്റ്യൻ എങ്കിലും ഇത് ഞാൻ ഒഴിവാക്കാമെന്ന് വിചാരിച്ച ആൾക്കാർ ഒഴിവാക്കണ്ട. പകരം ഇയാളൊരു അരമണിക്കൂർ, 3/4 മണിക്കൂർ, മാക്സിമം അരമണിക്കൂർ ആ വരുന്നൊരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, ഒന്ന് കേട്ട് നോക്കുക. എന്നിട്ട് അഥവാ അടുത്ത ക്വസ്റ്റ്യൻ വന്നാലോ, അത്രയും പഠിച്ചാൽ മതിയല്ലോ, കൂടുതലൊന്നും പഠിക്കാനില്ലല്ലോ. അപ്പോൾ അത് ഒഴിവാക്കാൻ വിചാരിച്ച ആൾക്കാരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, ഈ ചാപ്റ്റർ ഞാൻ ഈ പറയുന്ന ക്വസ്റ്റ്യനുകൾ നിങ്ങൾ നോക്കണം. ഞാനിതിൽ കംപ്ലീറ്റ് ടോപ്പിക്കൊന്നും പറയുന്നില്ല. പകരം കാരണം ഒരുപാട് വൈഡ് ടോപ്പിക്കാണ് നമുക്ക് ഇൻ്റഗ്രൽസ് പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാ ടോപ്പിക്കും കൂടി പറഞ്ഞു തീർക്കണമെങ്കിൽ ഒരുപാട് സമയം പോകും. അതിന് പകരം ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചൊരു 10-14 ക്വസ്റ്റ്യനുകളാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ആ ക്വസ്റ്റ്യനുകൾ വൃത്തിക്ക് കേട്ട് മനസ്സിലാക്കുക. അതിലേക്ക് ആവശ്യമുള്ള ടോപ്പിക്കുകൾ ഞാൻ എൻ്റെ സൈഡിലും പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അത് കേട്ട് മനസ്സിലാക്കിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ മാത്രമാണ്, അതെന്തായാലും പഠിച്ചിട്ട് ഇത് ഒഴിവാക്കരുത്. ഇതെന്തായാലും കേട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പോകാൻ പാടുള്ളൂ. അത് കേട്ട് മനസ്സിലാക്കിയിട്ട് പഠിച്ചിട്ട് എന്ത് ചെയ്യുക, പോയി എക്സാം എഴുതുക. ഓക്കെ അല്ലേ? നോക്കിയല്ലേ, ക്വസ്റ്റ്യനിലേക്ക് പോകല്ലേ. ആദ്യം ഇൻ്റഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് നിർബന്ധമായിട്ട് നേരത്തെ കണ്ടിന്യൂറ്റിയിലും ഡിഫറൻഷ്യബിലിറ്റിയിലും പറഞ്ഞ അതേപോലെ തന്നെ കുറച്ച് റിസൾട്ടുകൾ. 1ൻ്റെ ഡെറിവേറ്റീവ് എക്സ് ആണ്. ഇത് 1 dy/dx. ഇൻ്റഗ്രൽ dx എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. x⁻n +1/n+1 ആണ്. 1/x log x ആണ്. e⁻x ആണ്. a⁻x/log e ആണ്. log e എന്നത് x × log e ആണ്. sin x എന്നത് cos x ആണ്. -cos x ആണ്. cos x എന്നത് sin x ആണ്. tan x എന്നത് log mod cos x ആണ്. log mod cos x ആണ്. -log mod cos x. നിങ്ങളിത് ഇങ്ങനെയാവില്ല പഠിച്ചിട്ടുണ്ടാവുക. ഇത് ഒന്ന് മാറ്റി എഴുതണം നിങ്ങൾ. ലോഗ് മോഡ് സീക്ക് എക്സ് എന്നാണ് കേട്ടോ റിസൾട്ട്. ലോഗ് മോഡ് സീക്ക് എക്സ് പ്ലസ് സി എന്നാക്കി കൊടുക്കണേ. ലോഗ് മോഡ് സീക്ക് എക്സ്, ഇവിടെ ലോഗ് മോഡ് സൈൻ എക്സ്, ഇവിടെ ലോഗ് മോഡ് സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ്, ഇവിടെ ലോഗ് മോഡ് കൊസീക്ക് എക്സ് മൈനസ് ലോഗ് മോഡ് കൊസീക്ക് എക്സ് മൈനസ് കോട്ടെക്സ്. ഇവിടുത്തെ റിസൾട്ടും ഇങ്ങനെയാണ്. ലോഗ് മോഡ് കൊസീക്ക് എക്സ് മൈനസ് കോട്ടെക്സ് പ്ലസ് സി എന്നാക്കി കൊടുക്കട്ടോ. അതേപോലെ തന്നെ sec² x എന്ന് പറഞ്ഞാൽ tan x ആണ്. cosec² x എന്ന് പറഞ്ഞാൽ മൈനസ് കോട്ടെക്സ് ആണ്. sec x × tan x ആണെങ്കിൽ sec x ആണ്. cosec x × കോട്ടെക്സ് ആണെങ്കിൽ മൈനസ് cosec x ആണ്. 1/√a². ഇത് നമുക്ക് ആവശ്യമുള്ള റിസൾട്ടുകളാണ്. അതും കൂടി ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. 1/a × tan inverse x/a x² + a² ആണെങ്കിൽ, അതേപോലെ തന്നെ a² - x² ആണെങ്കിൽ sin inverse x/a + c. ഇത്രയും ഇമ്പോർട്ടൻറ്റ് റിസൾട്ടുകളാണ് നിർബന്ധമായിട്ട് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കണം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. e⁻x × sec x + tan x. e⁻x × sec x + tan x. ഈ ഒരു ഇക്വേഷനാണ് ഈ രണ്ട് ക്വസ്റ്റ്യനും സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചോ. ഇൻ്റഗ്രൽ e⁻x × f(x) ഒരു ഫംഗ്ഷൻ ഉണ്ട് പ്ലസ് f'(x). f'(x) എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഡെറിവേറ്റീവ്. ഒരു ഫംഗ്ഷനും അതിൻ്റെ ഡെറിവേറ്റീവും പ്ലസ് ചെയ്യാനുണ്ട്. അതിൻ്റെ പുറത്ത് ആരുണ്ട്? e⁻x ഉണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് ആൻസർ എഴുതി കൊടുക്കാം. എങ്ങനെയാ? e⁻x × ഈ ആദ്യത്തെ ഫംഗ്ഷൻ എടുത്ത് എഴുതി കൊടുത്താൽ മതി. ഓക്കെ, അത്രേ ഉള്ളതിൽ ചെയ്യാനുള്ളത്. ഇവിടെ e⁻x മാത്രമല്ല, പുറത്തൊരു sec x കൂടി ഉണ്ട്. അപ്പോൾ ആ sec x നിങ്ങൾ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. 1 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം, tan x കൊണ്ടും ചെയ്യണം. അപ്പോൾ എന്താ കിട്ടുക? e⁻x × sec x + sec x × tan x dx എന്ന് വരും. ഇവിടെ ശ്രദ്ധിച്ചോടാ, പുറത്ത് e⁻x ഉണ്ട്. ആദ്യത്തെ ഫംഗ്ഷൻ sec x ആണ്, രണ്ടാമത്തെ ഫംഗ്ഷൻ sec x × tan x ആണ്. ഫസ്റ്റ് തീൻ്റെ ഡെറിവേറ്റീവ് അല്ലേ രണ്ടാമത്തത്? sec x ൻ്റെ ഡെറിവേറ്റീവ് അല്ലേ sec x × tan x എന്ന് പറയുന്നത്? ഫസ്റ്റ് തീൻ്റെ ഡെറിവേറ്റീവ് രണ്ടാമത് വന്നാൽ നേരിട്ട് എന്ത് എഴുതി കൊടുക്കാം? e⁻x × f(x). ദാറ്റ് മീൻസ് ഇതിൻ്റെ ആൻസർ എന്ത് എഴുതാടാ? e⁻x × f(x) ൻ്റെ സ്ഥാനത്ത് ആരാ? e⁻x × sec x + c എന്ന് പറയുന്ന അതിൻ്റെ ആൻസർ. ഡയറക്റ്റ് എടുത്ത് എഴുതി കൊടുക്കുന്നേ ഉള്ളൂ. നേരെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ e⁻x × sec x + sec x tan x എന്ന് വന്നു. sec x അവിടെ പ്ലസ് ചെയ്തു. ഓക്കെ അല്ലടാ? നെക്സ്റ്റ് വൺ. ഇവിടെ e⁻x ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാനൊന്നുമില്ല. അവിടെ e⁻x മാത്രമേ പുറത്തുള്ളൂ. ഉള്ളിൽ sin x + cos x എന്നാ. sin x ൻ്റെ ഡെറിവേറ്റീവ് അല്ലടാ cos x. sin x ൻ്റെ ഡെറിവേറ്റീവ് cos x. f(x) ൻ്റെ ഡെറിവേറ്റീവ് f'(x) വന്നാൽ നേരിട്ട് e⁻x × f(x) എഴുതിയാൽ മതി. sin x ൻ്റെ ഡെറിവേറ്റീവ് cos x വന്നാൽ നേരിട്ട് എന്ത് എഴുതിയാൽ മതിടാ? e⁻x × sin x + c എന്ന് എഴുതി കൊടുത്താൽ മതി. e⁻x എഴുതി f(x) എന്ന് പറയുന്ന ഫംഗ്ഷൻ എഴുതി. ക്ലിയർ അല്ലേടാ? സിമ്പിൾ അല്ലേ? ഈ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ കിട്ടുന്ന 1 വേർഡിലെ 2 ക്വസ്റ്റ്യനുകളാണ് കേട്ടോ. രണ്ടാമത്തത് sec² x/√tan x. എടാ, താഴത്തുള്ളൊരു ഫംഗ്ഷനും മുകളിലൊരു ഫംഗ്ഷനും തമ്മിൽ എന്തെങ്കിലും ഒരു ഡെറിവേറ്റീവ് ബന്ധം നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. ഇവിടെ tan x ൻ്റെ ഡെറിവേറ്റീവാണ് sec² x. നമ്മൾ റിസൾട്ടുകൾ പഠിച്ചിരിക്കണം കേട്ടോ. tan x ൻ്റെ ഡെറിവേറ്റീവ് ആണ് എന്ത്? sec² x. അപ്പോൾ tan x ൻ്റെ ഡെറിവേറ്റീവ് മുകളിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഉള്ളിലുള്ള സാധനത്തിന് നിങ്ങൾ എന്തെടുക്കുക? t എന്നെടുക്കുക. പുട്ട് t = tan x എന്നെടുത്തു. ടീൻ്റെ ഡെറിവേറ്റീവ് dt/dx കണ്ടാൽ tan x ൻ്റെ ഡെറിവേറ്റീവ് എന്ത് കിട്ടും? sec² x എന്ന് കിട്ടും. dx നെ ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. ഈ dx എടുത്തിട്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ എന്താവും? sec² x × dx എന്നാവും. dt = sec² x × dx. ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡാണിത്.
ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾ മെത്തേഡിലേക്ക് നിങ്ങൾ പോകേണ്ട, ക്വസ്റ്റ്യൻ മാത്രങ്ങൾ ഞാൻ പറയുന്ന ക്വസ്റ്റ്യനുകൾ ഒഴിവാക്കാനുള്ള കരുതിയ ആളുകളാണല്ലോ ഇതിലുണ്ടാവുക. അങ്ങനത്തെ ആളുകൾ നിർബന്ധമായിട്ടും ഈ പോർഷൻ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യനുകൾ മാത്രം വൃത്തിക്കൊന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ tan x ഇവിടെ sec² x ഇൻറ്റു ഡി എക്സ്, sec² x ഇൻറ്റു ഡി എക്സ് എന്തിന് ഈക്വലാണെന്നാണ്, ഡി ടിക്ക് ഈക്വലാണ്. അപ്പോൾ ഈ കാണുന്ന സാധനത്തിന് പകരം ഞാൻ നേരെ എന്ത് കൊടുത്തോടാ, ഡി ടി എന്ന് കൊടുത്തു. 1 ഇവിടെ മുകളിൽ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് 1 കൊടുത്തു. 1/√ tan x പകരം ഞാൻ ഇവിടെ ഓൾറെഡി എന്ത് കൊടുത്തിട്ടുണ്ട്, ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1/√t എന്ന് കൊടുത്തു. ഇൻ്റഗ്രൽ 1/√x ഇൻറ്റു ഡി എക്സ് എന്ന് പറഞ്ഞാൽ ആൻസർ 2√x + c എന്നാണ്. 2√x + c, 1/√x ഇൻറ്റു ഡി എക്സ് എന്നാണ് 2√x + c എന്നാണ്. അപ്പോൾ 1/√t ഇൻറ്റു ഡി ടി എന്ന് പറഞ്ഞാൽ 2√t + c എന്ന് എഴുതി കൊടുക്കാം. ഈ ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. അപ്പോൾ 2√t + c, ടീൻ്റെ വാല്യൂ എന്താണ്, tan x ആണ്. അതിനെ തിരിച്ച് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. ടിക്ക് പകരം എന്ത് എഴുതി കൊടുത്തു, tan x. അപ്പോൾ 2 × √tan x + c എന്ന് എഴുതി കൊടുത്തു. ഒരു 2 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്, നിർബന്ധമായിട്ടും ഓർത്ത് വെക്കുക കേട്ടോ. മിസ് ചെയ്യരുത്, വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ, sin ഇൻവേഴ്സ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ √(1 - x²). എടാ √(1 - x² താഴെ കണ്ടാൽ തന്നെ ഓർത്ത് വെക്കുക, അതിൻ്റെ ഡെറിവേറ്റീവ് ആണെന്ത്, അത് എന്തിൻ്റെ ഡെറിവേറ്റീവാ, sin ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവാ. sin ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഓഫ് sin ഇൻവേഴ്സ് ഓഫ് എക്സ് ആണ് 1/√(1 - x² എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ മുകളിലുള്ള സാധനത്തിന് നിങ്ങൾ എന്താക്കിയെടുത്തു, ടി ആക്കിയെടുത്തു. ടി = sin ഇൻവേഴ്സ് ഓഫ് എക്സ്, dt/dx = 1/√(1 - x². dx അപ്പുറത്തേക്ക് കൊണ്ടുപോയി 1/√(1 - x². ഇവിടെ നോക്കി ഡി എക്സ് മുകളിലുണ്ട്, /√(1 - x² ഇൻറ്റു ഡി എക്സ്. അതിന് പകരം നേരിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ, ഈ ടേമിനൊക്കെ പകരം ഞാൻ നേരിട്ട് എന്ത് ചെയ്തേടാ, ഡി ടി എന്ന് എഴുതി. ഈ sin ഇൻവേഴ്സ് ഓഫ് എക്സിന് പകരം നേരിട്ട് ഞാൻ എന്ത് എഴുതി കൊടുത്തുടാ, ടി എന്ന് എഴുതി കൊടുത്തു. അപ്പോൾ ടി × ഡി ടി എന്ന് വന്നു. ഓക്കെ അല്ലേ? ഇനി ടി × ഡി ടി വന്നാൽ എന്താ, t². x × dx ആണെങ്കിൽ ഇൻ്റഗ്രൽ x dx ആണെങ്കിൽ ആൻസർ എന്താ, x² / 2 + c എന്നുള്ള ഇക്വേഷൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടീൻ്റെ ഡെറിവേറ്റീവ് ഉണ്ടെങ്കിൽ t² / 2 + c എന്ന് കിട്ടും. t², ടിക്ക് പകരം നേരിട്ട് എന്ത് കൊടുക്കടാ, ടി നമ്മൾ എടുത്തത് sin ഇൻവേഴ്സ് ഓഫ് എക്സ് ആണ്. അപ്പോൾ sin ഇൻവേഴ്സ് ഓഫ് എക്സ് ദി ഹോൾ സ്ക്വയർ / 2 + c എന്ന് എഴുതി കൊടുത്തു. സിമ്പിൾ അല്ലേടാ, സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഒരു 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഒരിക്കലും മിസ് ചെയ്യരുത്. ഞാൻ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം, അത് ഒരിക്കലും ഒഴിവാക്കരുത് കേട്ടോ. ഇത്രയും പഠിച്ചാൽ പോരാ, പക്ഷേ ഒഴിവാക്കാൻ കരുതിയ ആളുകൾ, ഇതൊക്കെ എനിക്ക് കൂടി പഠിച്ച് തീരൂല, എല്ലാ ഇൻ്റഗ്രലിൻ്റെ ക്വസ്റ്റ്യനും കൂടി എനിക്ക് ചെയ്ത് തീർക്കാൻ കഴിയൂല എന്ന് തോന്നുന്ന ആൾക്കാർ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യനുകളാണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊന്നും എന്ത് ചെയ്യരുത്, മിസ് ചെയ്യരുത് കേട്ടോ. And the next one, x - 1 divided by x - 2 into x - 3. x - 1 divided by x - 2 into x - 3. ഇത് ഇൻ്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. പാർഷ്യൽ ഫ്രാക്ഷൻ, ഇതിൽ കുറേ ഇക്വേഷൻസ് ഉണ്ട്. ഞാനിവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു ഇക്വേഷൻ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഈ ഫോമിൽ x - a into x - b തന്നാൽ a by x - a plus b by x - b എന്ന് പറയുന്ന ഫോമിലാണ് അതിനെ കൺവേർട്ട് ചെയ്ത് എഴുതി കൊടുക്കേണ്ടത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ തന്ന സാധനത്തിന് ഇൻ്റഗ്രൽ ഒഴിവാക്കിയിട്ട്, ഇവിടെ ഇൻ്റഗ്രൽ ഇല്ല കേട്ടോ, ഈ ഇൻ്റഗ്രൽ ഇല്ല എന്നാലോചിച്ചു കേട്ടോ. ഞങ്ങൾ ഈ ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ നേരിട്ട് ഇതേപോലെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇതേപോലുള്ള ഒരു ഫംഗ്ഷൻ അല്ലേ ഇതിൻ്റെ ഉള്ളിൽ തന്നത്. അപ്പോൾ ആ ഫംഗ്ഷനെ ഞാൻ ഇങ്ങോട്ട് എടുത്ത് എഴുതി കൊടുത്തു. എന്തൊക്കെയാണ്, x - 1 divided by x - 2 into x - 3 എന്ന് എഴുതി ഈക്വൽ ടു, അതിനെ എങ്ങനെ മാറ്റി എഴുതി കൊടുത്തോടാ, a/ മുകളിലുള്ള സാധനം ഒന്നും മുകളിലേക്ക് എഴുതുന്നില്ല. ഇവിടെ x - 1 ഉണ്ട്, ഇവിടെ മുകളിലൊന്നും എഴുതുന്നില്ല. പകരം a/ ഫസ്റ്റത്തെ ഫംഗ്ഷൻ എന്താ, x - 2നെ താഴെ എഴുതി പ്ലസ് b/x - 3 എന്ന് താഴെ എഴുതി കൊടുത്തു. ഇതേപോലെ സ്പ്ലിറ്റ് ചെയ്തു. അടുത്ത സ്റ്റെപ്പിൽ ഇതിൻ്റെ ഡിനോമിനേറ്ററിൽ എന്താണോ ഉള്ളത് അതുകൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ ഇക്വേഷനെ മൊത്തത്തിൽ ഈ ഡിനോമിനേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും. ഇവിടെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ മൊത്തം ടേം, ഈ താഴത്തുള്ള മുകളിലുള്ള ടേം എന്തായി പോടാ, കട്ടായി പോകുമ്പോൾ മുകളിലുള്ള ടേം മാത്രമല്ല ഇവിടെ ഉണ്ടാവുള്ളൂ. അതെന്താ, x - 1 ആണ്. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലോ, ഈ ടേം മൾട്ടിപ്ലൈ ആണ്. x - 2 into x - 2 വരുമ്പോൾ x - 2 കട്ടാവും, മുകളിൽ ആര് മാത്രം ഉണ്ടാവും, x - 3 ഉണ്ടാവും. ഇതേ സാധനം കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴോ b ഇൻറ്റു x - 3യും x - 3യും കട്ടായി പോകുമ്പോൾ ബാക്കി അവിടെ ആരും ഉണ്ടാവും, x - 2 ഉണ്ടാവും. അങ്ങനെയാണ് ഈ ഇക്വേഷൻ കിട്ടുന്നത്. ഓക്കെ അല്ലേ, സിമ്പിൾ അല്ലേടാ. നേരിട്ട് ഇതിൻ്റെ ഡിനോമിനേറ്റർ ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിൽ തന്നതിൻ്റെ ഡിനോമിനേറ്റർ കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അത്ര ആലോചിച്ചാൽ മതി. എപ്പോഴും ഇത് ഇപ്പം മാറ്റി ചോദിച്ചാലും ക്വസ്റ്റ്യൻ തന്നതിൻ്റെ ഡിനോമിനേറ്റർ കൊണ്ട് എന്ത് ചെയ്യുക, ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ തന്ന കിട്ടിയ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഞാൻ അടുത്ത് ചെയ്യേണ്ടത് എൻ്റെയും ബിൻ്റെയും വാല്യൂസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എൻ്റെയും ബിൻ്റെയും വാല്യൂസ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്തുള്ള നമ്പറിൽ എക്സിൻ്റെ വാല്യൂ എന്താണോ അത് 0 ആക്കാൻ പറ്റുന്ന നമ്പറുകൾ കൊടുക്കുക. ഇവിടെ x - 3 എന്നാണ്. എനെ 0 ആക്കണമെങ്കിൽ എക്സിന് എന്ത് കൊടുത്താൽ മതി, 3 കൊടുത്താൽ മതി. അത് അസ്യൂം ചെയ്യാൻ കേട്ടോ, നമ്മൾ സ്വയം കണ്ടെത്തുകയാണ് വേണ്ടത്. എൻ്റെ അടുത്തുള്ള നമ്പർ നോക്കുക, എൻ്റെ അടുത്തുള്ള ടേമിൽ എക്സ്, ഈ അടുത്തുള്ള ടേമിനെ 0 ആക്കണം. ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള 0 ആക്കണമെങ്കിൽ എക്സിന് എന്ത് കൊടുത്താൽ മതി, 3 കൊടുത്താൽ മതി. അത് ആലോചിച്ചാൽ മതി. 3 - 3 വരുമ്പോഴല്ലേ 0 ആവുക. ഇവിടെ എന്ത് കൊടുക്കുമ്പോഴാണ് 0 ആവുക, 2 കൊടുക്കുമ്പോഴാണ്, 2 - 2 കൊടുക്കുമ്പോഴാണ് 0 ആവുക. അപ്പോൾ അതേപോലെയുള്ള വാല്യൂ എക്സിന് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുക. ഇവിടെ 0 ആക്കാൻ വേണ്ടിയിട്ട് എക്സിന് ഞാൻ എന്ത് കൊടുത്തു, 3 എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ എല്ലാ ഇക്വേഷനിലും 3 കൊടുക്കണം, ബാക്കി എല്ലാ സൈഡിലും 3 കൊടുക്കണം. ഇവിടെ 3 കൊടുത്തു കഴിഞ്ഞാൽ 3 - 1 വന്നു. ഈ ടേം 0 ആയതുകൊണ്ട് 0 എന്ന് എഴുതി. ഈ ടേമിന് ഞാൻ എന്ത് ചെയ്തു, b ഇൻറ്റു അവിടെ എന്താ വരിക, 3 - 2 എന്നാണ് വരിക. 3 - 2 ആകുമ്പോൾ എന്താ ഇവിടെ 1 ആവും. അപ്പോൾ b = ആൻസർ എന്ത് കിട്ടും, ഇപ്പുറത്ത് 3 - 1 ഉണ്ട്, 3 - 1 ചെയ്താൽ ആൻസർ എന്ത് കിട്ടും, 2 എന്ന് കിട്ടും. അപ്പോൾ ബിൻ്റെ വാല്യൂ എനിക്ക് കിട്ടി.
ഓക്കെ അല്ലേ? ഇനി അതേപോലെ തന്നെ ഇവിടുത്തെ സൈഡ് 0 ആക്കാൻ വേണ്ടി ബീനെ 0 ആക്കിയാൽ നിങ്ങൾക്ക് കാര്യം കിട്ടും, എനും കിട്ടും. ബീനെ 0 ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എക്സിന് എന്തെടുത്തു, 2 എന്നെടുത്തു. അപ്പോൾ ഈ ടേം 0 ആയി. ഇപ്പുറത്തെ സൈഡിലും എക്സിന് 2 കൊടുക്കണം. ഇവിടെ 2 - 1ഉം ഇവിടെ 2 - 3ഉം കൊടുത്തു. 2 - 1 ആകുമ്പോൾ ഇവിടെ 1 എന്ന് കിട്ടും. 2 - 3 ആകുമ്പോൾ ഇവിടെ -1 എന്ന് കിട്ടും. -1നെ അപ്പുറത്തേക്ക് എഴുതി കൊടുത്താൽ a = എന്തും കിട്ടും, -1 കിട്ടും. അപ്പോൾ എന്റെ വാല്യൂം കിട്ടി, ബീൻ്റെ വാല്യൂ ഒക്കെ എന്ത് ചെയ്തു, കിട്ടിയതാ. എൻ്റെയും ബീൻ്റെയും വാല്യൂ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, ഇതിനെ സെപ്പറേറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, അത്രയാണ് ചെയ്യാനുള്ളത്. ഇതിൻ്റെ ഇൻ്റഗ്രൽ കാണുകയാണെങ്കിൽ ഇതിനും ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് എൻ്റെയും ബീൻ്റെയും വാല്യൂസ് ഇപ്പോൾ കിട്ടി. അടുത്ത സൈഡിലേക്ക് നോക്കിക്കോ, ഇതാ ഇതിനെ ഇക്വേറ്റ് ചെയ്യണമെങ്കിൽ നേരെ a/x - 2 × dx പ്ലസ് ഇൻ്റഗ്രൽ b/x - 3 × dx. എൻ്റെ വാല്യൂ -1 ഇട്ട് കൊടുത്തു, ബീൻ്റെ വാല്യൂ 2 ഇട്ട് കൊടുത്തു. ഇവിടെ ശ്രദ്ധിച്ചോ, ഇനി അടുത്തത് ഇൻ്റഗ്രൽ 1/x dx എന്നാണെങ്കിൽ log mod x പ്ലസ് c എന്നാണ് റിസൾട്ട്. ഓക്കെ, ഇവിടെ ആ എക്സിൻ്റെ ഫോമിലുള്ളത് മൈനസ് ഉണ്ട്, മൈനസിന് ഞാൻ പുറത്ത് വെച്ചു. 1/x - 2 എന്നാണ്. x - 2 വന്നാലും എക്സ് വന്നാലും ഒരേപോലെയാണ് വരിക, അങ്ങനെ ആലോചിച്ചാൽ മതി കേട്ടോ. ഇൻ്റഗ്രൽ 1/x വന്നാലും ലോഗ് മോഡ് എക്സ് ആണ്. ഇൻ്റഗ്രൽ 1/x - 2 വന്നാലും x - 1 വന്നാലും x - 3 വന്നാലും ഒക്കെ ലോഗിൻ്റെ ഉള്ളിൽ ഈ താഴത്തുള്ള ആൾ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 1/x - 2 ലോഗ് മോഡ് x - 2 എന്ന് വന്നു, മൈനസ് ലോഗ് മോഡ് x - 2. ഇവിടെ പുറത്ത് 2 ഉണ്ട്, മുകളിൽ 2 ഇല്ലേ, 2നെ ഞാൻ പുറത്തേക്ക് എഴുതി. ബാക്കി എന്താ ഉള്ളത്, 2നെ പുറത്തേക്ക് എടുത്താൽ ബാക്കി എന്താണ്, 2 × ഇൻ്റഗ്രൽ 1/x - 3 × dx എന്നാണ് വരിക. 1/x ആണെങ്കിൽ ലോഗ് മോഡ് x ആണെങ്കിൽ 1/x - 3 ആകുമ്പോൾ ലോഗ് മോഡ് x - 3 പ്ലസ് c എന്ന് കിട്ടും. സിമ്പിൾ അല്ലേടാ. ഒരു 3 - 4 മാർക്കിന്, മിനിമം 3 മാർക്കിന് ഓർ 4 മാർക്കിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, സ്ഥിരമായിട്ട് പബ്ലിക് എക്സാമിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ മിസ് ചെയ്യാതെ ഈ ചാപ്റ്ററിലെ ഈ ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കാട്ടോ, മിസ് ചെയ്യരുത്. ഞാൻ പറയുന്ന ക്വസ്റ്റ്യനുകളൊന്നും മിസ് ചെയ്യരുത്. അതിലേതെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ടോ അല്ലെങ്കിൽ പേഴ്സണലായിട്ടോ ചോദിച്ചാൽ മതി കേട്ടോ. നെക്സ്റ്റ് വൺ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 6ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ്റഗ്രൽ 0 to π/2 ഡെഫിനിറ്റ് ഇൻ്റഗ്രലുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇതുവരെ പറഞ്ഞത് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് ആണ്. ഇൻഡെഫിനിറ്റ് എന്ന് പറയുമ്പോൾ വാല്യൂസ് ഒന്നും കൊടുക്കില്ല, എക്സിനും വൈക്കും നമ്മൾ വാല്യൂസ് ഒന്നും കൊടുക്കില്ല. ഇനി അങ്ങോട്ട് പറയുന്ന ക്വസ്റ്റ്യനുകളിൽ എക്സിനും വൈക്കും ഒക്കെ വാല്യൂസ് കൊടുത്തിട്ട് പറയുന്ന ക്വസ്റ്റ്യനുകളാണ്. അപ്പോൾ ഇൻ്റഗ്രൽ 0 to π/2 sin⁻⁴x ഡിവൈഡഡ് ബൈ sin⁻⁴x പ്ലസ് cos⁻⁴x × dx. ഇത്രയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക കേട്ടോ. ഇപ്പുറത്തെ എഴുതിയത് ഞാൻ എഴുതി കൊടുത്തതാണ്. ഈക്വൽ ടു ഞാൻ എന്ത് കൊടുത്തു, i എന്ന് എഴുതി 1 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ടൈപ്പ് ഇവിടെ റേസ് ടു പവറിൽ 4 വന്നതിന് പകരം ഇനി വേറെ എന്ത് വന്നാലും, റൂട്ട് വന്നാലും, വേറെ എന്ത് വന്നാലും, പവർ 5 തന്നു, പവർ 10 തന്നു, പവർ 90 തന്നു, എത്ര വലിയ പവർ തന്നാലും എത്ര ചെറിയ പവർ തന്നാലും ചെയ്യേണ്ട എല്ലാ മെത്തേഡും തന്നെയാണ് ഫൈനൽ ആൻസറും ഇതിൽ കിട്ടുന്ന അതേ ഫൈനൽ ആൻസറാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചോ, ഇതിലൊരു പ്രോപ്പർട്ടി യൂസ് ചെയ്യാനുണ്ട്. കുറച്ച് പ്രോപ്പർട്ടീസ് നമ്മളിവിടെ പഠിക്കേണ്ട. അതിലുള്ള പ്രോപ്പർട്ടി ഇതാണ്. പ്രോപ്പർട്ടി 6 പ്രകാരം 0 to a f(x) ആണെങ്കിൽ അത് എന്തിനും ഈക്വൽ ആണ്, 0 to a × f(a - x)നും ഈക്വൽ ആണ്. ഈ എനെ എക്സിൻ്റെ ഉള്ളിൽ a - x ആക്കി എഴുതി കൊടുക്കാമെന്നാണ് പറഞ്ഞത്. ഇവിടെ എൻ്റെ സ്ഥാനത്ത് ഇവിടെ ക്വസ്റ്റ്യനിൽ ആരാടാ, π/2 അല്ലേ. അപ്പോൾ ഇവിടെ f(a - x) എന്ന് പറഞ്ഞാൽ f(x), ഇവിടെ എക്സ് ഉള്ളിടത്തൊക്കെ, ഇതിൽ എക്സ് ഉള്ളിടത്തൊക്കെ എന്ത് കൊടുക്കണം, എൻ്റെ സ്ഥാനത്ത് π/2 ആയതുകൊണ്ട് π/2 - x കൊടുത്തു. എക്സ് ഉള്ളിടത്തൊക്കെ ഞാൻ എന്ത് കൊടുത്തോടാ, π/2 - x എന്ന് കൊടുത്തു. അതാണ് a - x എന്ന് പറയുന്നത്. ഈ a - x എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വന്നത്. ക്ലിയർ ആയോടാ, ക്ലിയർ ആയോ. π/2 എക്സ് ഉള്ളിടത്തൊക്കെ എന്ത് കൊടുത്തു, a - x കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ a ആരായിരുന്നു, π/2 ആയതുകൊണ്ട് π/2 - x എന്ന് കൊടുത്തു. ഓക്കെ, sin⁻⁴ π/2 - x, sin⁻⁴ π/2 - x, cos⁻⁴ π/2 - x. എടാ sin π/2 - x എന്ന് പറഞ്ഞാൽ cos x ഉമാണ്, cos π/2 - x എന്ന് പറഞ്ഞാൽ sin x ആണ്. ഓക്കെ, sin π/2 - x ആണെങ്കിൽ cos x ആണ്, cos π/2 - x എന്ന് പറഞ്ഞാൽ sin x ആണ്. ഇവിടെ sin⁻⁴ അവിടെ നോട്ടെ, sin π/2 - x എന്നല്ലേ, അതിന് നിങ്ങൾക്ക് എന്താക്കി എഴുതാം, കോസ് എന്ന് എഴുതാം. sin π/2 - x കോസ് ആക്കാം, cos π/2 - x എന്തു ആക്കാം, സൈൻ ആക്കാം. അപ്പോൾ ഈ സൈൻ ആണെങ്കിൽ കോസ് ആക്കാം, കോസ് ആണെങ്കിൽ സൈൻ ആക്കാം, നേരെ ഓപ്പോസിറ്റ് ആക്കി. പവർ അതേപോലെ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ, പവറിൽ മാറ്റം വരുത്തരുത്. dx ഈ കാണുന്നതിനും ഇക്വേഷൻ i തന്നെയാണ്. അതിന് ഇക്വേഷൻ നമ്പർ ഞാൻ എന്ത് കൊടുത്തോടാ, 2 എന്നെടുത്തു. ഇക്വേഷൻ നമ്പർ 1 അവിടെ ഉണ്ട്, ഇക്വേഷൻ നമ്പർ 2 ഉണ്ട്. രണ്ട് ഇക്വേഷൻസ് തമ്മിൽ ഞാൻ പ്ലസ് ചെയ്യാണ്. ഇപ്പുറത്ത് i ഉണ്ട്, i പ്ലസ് ചെയ്താൽ എന്താ കൂടാ, 2i എന്നാവില്ലേ, i + i = 2i ആയും. ഇപ്പുറത്തെ സൈഡിൽ മുകളിൽ sin⁻⁴x, ഇതിൻ്റെ ഡിനോമിനേറ്ററും എന്ത് തന്നെയാടാ, സെയിം അല്ലേ. sin⁻⁴x പ്ലസ് cos⁻⁴x എന്ന് പറഞ്ഞാലും cos⁻⁴x പ്ലസ് sin⁻⁴x എന്ന് പറഞ്ഞാലും സെയിം തന്നെയല്ല. ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണെങ്കിൽ ന്യൂമറേറ്ററുകൾ തമ്മിൽ പ്ലസ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഈ സ്റ്റെപ്പാണ് മുക്കിയിട്ട് നിങ്ങൾ നേരെ 1 കൊടുത്താലും മതി. എപ്പോഴും അവിടെ 1 വരിക, എല്ലാ ക്വസ്റ്റ്യനിലും അവിടെ 1 വരിക. അപ്പോൾ ഈ സ്റ്റെപ്പാണ് മുക്കുക, എന്നിട്ട് നേരെ 1 കൊടുക്കുക. 1 കൊടുത്താണ് ഇൻ്റഗ്രേറ്റ് ചെയ്താണ് ആൻസർ കണ്ടാലും മതി. ഇനി അതാ മനസ്സിലായ ആളുകൾ, നേരെ ഡിനോമിനേറ്റർ രണ്ടും സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്ററുകൾ തമ്മിൽ പ്ലസ് ചെയ്തു. ന്യൂമറേറ്റർ എന്ന് പറയുന്നത് cos⁻⁴x പ്ലസ് sin⁻⁴x ആണ്. അപ്പോൾ അത് തമ്മിൽ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും തമ്മിൽ സെയിം അല്ലേ. അപ്പോൾ അത് കട്ടായി പോയി കഴിഞ്ഞാൽ ബാക്കി എന്തേ ഉണ്ടാവുള്ളൂ, 1 മാത്രമേ ഉണ്ടാവുള്ളൂ. ഇൻ്റഗ്രൽ 0 to π/2 1 dx. 1ന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്താ കിട്ടുക,
എക്സ് ആണ് കിട്ടുക. ഈ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഇട്ട് കൊടുത്തിട്ട് ആൻസർ കാണണം. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഇട്ട് കൊടുത്തിട്ട് കാണാം. അതെങ്ങനെയാണ് കാണാം? ഒന്നൊറ്റ ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. ഇൻ്റഗ്രൽ 1 to 2 എക്സ് ഡി എക്സ് എന്നാണ് വിചാരിച്ചോ. ഓക്കെ, എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? x²/2 എന്നാണ്. ലിമിറ്റ് കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ 1 to 2 എന്ന് ലിമിറ്റ് കൊടുക്കണം. നിങ്ങൾ ഇതേപോലെ ബോക്സിലാക്കി കൊടുക്കുക, മുകളിലും താഴെ ലിമിറ്റ് എഴുതി കൊടുക്കും. ഇതെങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ ആദ്യം അപ്പർ ലിമിറ്റ് ഇതിലിട്ട് കൊടുക്കുക, മുകളിലത്തെ വാല്യൂ എക്സിന് പകരം ഇട്ട് കൊടുക്കുക. അപ്പോൾ 2²/2 മൈനസ് ലോവർ ലിമിറ്റ് അതിലിട്ട് കൊടുക്കുക, അതായത് 1²/2. ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണ്. ന്യൂമറേറ്റർ 4/2 മൈനസ് 1/2 വിച്ച് ഇസ് ഇക്വൽ ടു 3/2 എന്ന് കിട്ടും. ഇങ്ങനെയാണ് ഇതിൻ്റെ വാല്യൂ കാണേണ്ടത്. ഓക്കെ, അതൊരു ജനറൽ എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്. ഇതേപോലെ നിങ്ങൾ ഇവിടെ 1ൻ്റെ ഡെറിവേറ്റീവ് കണ്ടാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? എക്സ് എന്ന് കിട്ടും. എക്സിൻ്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ക്വസ്റ്റ്യനിലുള്ളത് 0യും π/2 ആണ്. അതുകൊണ്ട് 0 to π/2 എന്ന് അത് എഴുതിയ പോലെ തന്നെ 0യും π/2 എഴുതി കൊടുത്തു. ഓക്കെ അല്ലേ? അപ്പർ ലിമിറ്റ് കൊടുത്തു. ഇവിടെ വാല്യൂസ് കൊടുത്താൽ അപ്പർ ലിമിറ്റ് കൊടുത്താൽ π/2 എക്സിനാണ് വാല്യൂ കൊടുക്കുന്നത്. അപ്പോൾ π/2 നേരിട്ട് കൊടുത്താൽ മതി. ഇവിടെ സ്ക്വയർ കൊടുക്കുന്നതുകൊണ്ടാണ് സ്ക്വയർ വന്നത്. അപ്പോൾ π/2 മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്താൽ എന്താവും? 0യും കിട്ടും. 2i = π/2 എന്ന് കിട്ടും. ഈ 2ന് അപ്പുറത്തേക്ക് കൊടുത്താൽ എന്താവും? ഇവിടെ 2 × 2 വന്നു കഴിഞ്ഞാൽ π/4 എന്ന് കിട്ടും. i = എന്ത് കിട്ടും? π/4 എന്ന് കിട്ടും. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അതോ ഇതോ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ പബ്ലിക് എക്സാമിന് എന്തായാലും ചോദിക്കും. നിങ്ങളൊരു കാരണവശാലും മിസ് ചെയ്യരുത്. ഈ ക്വസ്റ്റ്യനും അതേപോലെയാണ് ചെയ്യേണ്ടത്. ഇപ്പം നേരത്തെ ചെയ്ത അതേപോലെ ഈ പവറിൽ 4 ഇട്ടില്ല നിങ്ങൾ. ഈ പവറിൽ ഇവിടെ 4 എഴുതിയിട്ടില്ലേ? ആ പവർ 4 എഴുതിന് പകരം റൂട്ട് ഉണ്ടാവുന്നുള്ളൂ. റൂട്ട് നിങ്ങളൊന്നും ചെയ്യണ്ട. റൂട്ട് അതേപോലെ തന്നെ ഇടുക. ഈ ഉള്ളത്തെ സാധനങ്ങൾ മാത്രം മാറ്റിയാണ്ട് ചെയ്താൽ മതി. ഇവിടെ പവർ റേസ്റ്റ് 4 ഇട്ടതിന് പകരം ഇതിൽ എന്തുണ്ടാവും? റൂട്ട് ഉണ്ടാവും. ഫൈനൽ ആൻസർ എന്തായാലും തന്നെ കിട്ടുക π/4 തന്നെ കിട്ടുക. ഇതിൻ്റെ ആൻസറും π/4 കിട്ടുക, ഇതിൻ്റെ ആൻസറും തന്നെ കിട്ടുക π/4 കിട്ടുക. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, മിസ് ചെയ്യരുത്. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഞാൻ പ്രെഡിക്റ്റ് ചെയ്യാണ്. വെറുതെ ഒന്ന് പ്രെഡിക്റ്റ് ചെയ്ത് നോക്കുകയാണ്. ഒന്നെന്തായാലും എന്ത് ചെയ്യടാ? പബ്ലിക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അടുത്തത് ഇതേപോലെ തന്നെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. √x / √x + √a-x. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് ഞാൻ നേരത്തെ എടുത്ത പോലെ തന്നെ എന്തെടുത്തു? i എന്നെടുത്തു. ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു. പ്രോപ്പർട്ടി 6 തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. പ്രോപ്പർട്ടി 6 എന്ത് ചെയ്യുന്നൂടാ? f(a-x) എന്ന് കൊടുക്കണം എന്നല്ലേ? ഇവിടെ a തന്നെയാണ് തന്നിട്ടുള്ളത്. x ഉള്ളിടത്തൊക്കെ a-x കൊടുത്തു. ഈ എക്സിന് പകരം a-x കൊടുത്തു. ഈ എക്സിന് പകരം a-x കൊടുത്തു. ഇതിൻ്റെ ഉള്ളിൽ ഇവിടെയാണ് x ഉള്ളത്, a-x. x = a-x കൊടുത്താൽ -x-നെ ഇപ്പുറത്തേക്ക് കൊടുത്താൽ എന്താ? ഇവിടെ -x ഞാൻ ഇപ്പുറത്തേക്ക് കൊടുത്തു. ഇതാ ഈ കാണുന്നതിൽ എക്സിന് പകരം എന്ത് കൊടുത്തു? a-x കൊടുത്തു. ഈ മൈനസ് ഓപ്പൺ ആക്കി എന്താണ് കിട്ടുക? a - a എന്നല്ലേ വരിക? a മൈനസും മൈനസും കൂടി എന്താവും? +x ആവും. എയും കട്ടായി പോകും. ബാക്കി അവിടെ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? a അല്ല, x മാത്രമേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെയാണ് കിട്ടുക. ഓക്കെ, √(x) എന്ന് കിട്ടും. ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്നെടുത്തു. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്നെടുത്തു. ഇത് തമ്മിൽ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ ഐയും പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ 2i ആവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് തമ്മിൽ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റൂട്ടുള്ള ടേമുകൾ തമ്മിൽ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും എന്തിനു കിട്ടൂടാ? 1 ഉള്ളു കിട്ടുക. ഇതിൻ്റെ ഡിനോമിനേറ്ററും സെയിമാ. √x + √a-x. √x + √a-x. ന്യൂമറേറ്ററുകളിലും അതന്നെയാണ്. √x + √a-x. അത് തമ്മിൽ പ്ലസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് കിട്ടുക? ഓക്കെ, അപ്പോൾ അത് 1 ആവും. 1 dx. 1നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? x കിട്ടും. എക്സിന് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും 0യും 1ഉം ആണ്. അപ്പോൾ a - 0 എന്ന് കിട്ടും. a - 0 എന്ന് പറഞ്ഞാൽ a തന്നെയാണ്. 2i = a ആണെങ്കിൽ 2ന് അപ്പുറത്തേക്ക് കൊണ്ടായാൽ i = എന്ത് കിട്ടൂടാ? a/2 എന്ന് കിട്ടും. സിമ്പിൾ അല്ലേ? a എന്നുള്ളതിന് പകരം നമ്പർ തന്നു. 1ഉം 2ഓ 3ഓ അങ്ങനെ ഏതെങ്കിലും നമ്പർ തന്നാലും ഇതേപോലെയാണ് വരിക. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, മിസ് ചെയ്യരുത്. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് പ്രഡിക്ഷനിൽ വന്ന ക്വസ്റ്റ്യൻ ആട്ടോ. ഈ പറഞ്ഞ 3 ക്വസ്റ്റ്യൻ ഇതാ sin⁴x ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ √cos x √sin x എന്ന് വരുന്ന ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഈ റൂട്ട് വരുന്ന ക്വസ്റ്റ്യനോ, ഈ 3 ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചോ. ഓക്കെ, വെറുതെ ചുമ്മാ ഒന്ന് പറഞ്ഞതാണ്. നിങ്ങൾ പ്രതീക്ഷിച്ചോ, എന്തായാലും പഠിച്ചു വെച്ചോ. അത്രയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2 to 3x / 1 + x². എടാ, താഴത്തുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് മുകളിലുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഡെറിവേറ്റീവ് ഓഫ് 1 + x² കണ്ടാൽ 2x ആ കിട്ടുക. മുകളിൽ 2x ഇല്ല, പകരം x ഉണ്ട്. അപ്പോൾ ഒരു 2നെ ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തു. പുറത്ത് അതിനെ ഒഴിവാക്കാൻ ഒരു 1/2 ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ 2 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലുള്ള ക്വസ്റ്റ്യൻ തന്നെ ആവും. അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തതിൽ തെറ്റൊന്നുമില്ല. ഉള്ളിൽ താഴത്തിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ മുകളിൽ ഒരു 2 ഇട്ട് കൊടുത്തു. അതിന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 പുറത്തിട്ട് കൊടുത്തു. അതിനാണ് ചെയ്തത്. ഓക്കെ, താഴത്തുള്ളതിൻ്റെ ഡെറിവേറ്റീവ് ആണ് മുകളിലുള്ളത്. 2 to 3 ആണ്. ഓക്കെ അല്ലേ? താഴത്തുള്ളതിൻ്റെ ഡെറിവേറ്റീവ് മുകളിലാണെങ്കിൽ നേരിട്ട് നിങ്ങൾക്ക് ആൻസർ എന്ത് ചെയ്താടാ? ലോഗ് മോഡ് f(x) എന്ന് എഴുതാം. ലോഗ് മോഡ് f(x). താഴത്തുള്ളതിൻ്റെ ഡെറിവേറ്റീവ് മുകളിൽ. താഴത്ത് 1 + x² ഉണ്ട്, അതിൻ്റെ ഡെറിവേറ്റീവ് 2x മുകളിലുണ്ട്. അങ്ങനെയാണെങ്കിൽ പുറത്തുള്ള 1/2 അവിടെ നിർത്തി ലോഗ് മോഡ് താഴത്തെ ഫംഗ്ഷൻ അതേപോലെ എഴുതി കൊടുത്തു. താഴത്ത് ഇവിടെ f(x)ന് ലോഗിൻ്റെ ഉള്ളിൽ എഴുതി കൊടുത്ത പോലെ ഇവിടെ 1 + x² ഞാൻ എന്തിൻ്റെ ഉള്ളിൽ എഴുതി കൊടുത്തോടാ? ലോഗിൻ്റെ ഉള്ളിൽ എഴുതി കൊടുത്തു. 1/2 × log 1 + x². അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കണം. ഇവിടെ 2ഉം 3 ആണ്. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് 2 to 3 എന്ന് കൊടുത്തു. ആദ്യം 3x പകരം ഇട്ട്
കൊടുക്കണം. 1/2 പുറത്ത് വെച്ചു. 1 + 3² മൈനസ് അപ്പർ ലിമിറ്റ് കൊടുത്തു, മൈനസ് ലോഗിൻ്റെ ഉള്ളിൽ ലോവർ ലിമിറ്റ് കൊടുത്തു. 1 + 3² ആകുമ്പോൾ 1 + 9 10 വരും. 1 + 4 5 വരും. ലോഗ് എ മൈനസ് ലോഗ് ബി എന്തെയ്യുന്നടാ? ലോഗ് എ മൈനസ് ലോഗ് ബി, ലോഗ് എ മൈനസ് ലോഗ് ബി ഈക്വൽ ടു ലോഗ് എ ബൈ ബി. അപ്പോൾ നേരിട്ട് എന്ത് ചെയ്താൽ 1/2 പുറത്ത് വെക്കുക. ലോഗ് 10/5 എന്ന് വരും. 10/5 വന്നാൽ ലോഗ് 1/2 × ലോഗ് 2 എന്ന് വരും. ഒന്നെങ്കിൽ ഇവിടെ അവസാനിപ്പിക്കാം. ഈ 1/2 ഉള്ളിലേക്ക് എടുക്കുകയാണെങ്കിൽ 2⁻1/2 എന്നാണ് വരിക. 2⁻1/2 √2 എഴുതാണെങ്കിൽ ഇങ്ങനെ എഴുതാം. ഇതിലേക്ക് കൊണ്ടുവരുന്ന നിർബന്ധമൊന്നുമില്ല, നിങ്ങളിവിടെ അവസാനിപ്പിച്ചാലും മതി കേട്ടോ. ഇനി അല്ലെങ്കിൽ ഇവിടെ അവസാനിപ്പിച്ചാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള ഫോമാണ് ഇത് വരിക. 1/2 × ലോഗ് 2 എന്ന് എഴുതി കൊടുക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്, മിസ് ചെയ്യരുത്. നല്ല അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്തത് മോഡുലസ് വരുന്ന ക്വസ്റ്റ്യൻ. ഇതും അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. പ്രഡിക്ഷനിലേക്ക് ആഡ് ചെയ്തോ, ഇതിൽ വരാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇൻ്റഗ്രൽ 1 to 4 മോഡ് x - 2. ഇതിലേക്കുള്ള പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. a to b f(x) dx ആണെങ്കിൽ a to c f(x) dx പ്ലസ് c to b f(x) dx. അതായത് എയും ബിയും ഇതാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഒരു വാല്യൂ c കണ്ടുപിടിച്ചിട്ട് a മുതൽ c വരെ ഒരു ഇൻ്റഗ്രലും കാണുക, c മുതൽ b വരെ ഒരു ഇൻ്റഗ്രലും കാണുക എന്നുള്ളത്. നമുക്ക് ക്വസ്റ്റ്യനിൽ എയും ബിയും തന്നിട്ടുണ്ടാവുള്ളൂ, അതിൻ്റെ ഇടയിലുള്ള c നമ്മൾ കണ്ടുപിടിക്കണം എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ പ്രോപ്പർട്ടി. അത് എപ്പോഴും നിങ്ങൾ ഉപയോഗിക്കേണ്ടത് മോഡുലസ് വരുന്ന കേസിലാണ്. ഏത് കേസിലാണോ? മോഡുലസ് വരുന്ന കേസിലാണ് നിങ്ങൾ എന്ത് ഉപയോഗിക്കേണ്ടത്? ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ മോഡുലസ് വന്നില്ലേ, മോഡ് ഓഫ് x - 2 എന്നല്ലേ വന്നത്. ആ മോഡിൻ്റെ ഉള്ളിലുള്ള സാധനത്തിന് ഈക്വൽ ടു 0 കൊടുക്കുക. നിങ്ങൾ മോഡിൻ്റെ ഉള്ളിലെ സാധനത്തിന് ഈക്വൽ ടു 0 കൊടുത്തു. x - 2 = 0 കൊടുത്താൽ x = എന്ത് കിട്ടും? 2 കിട്ടും. ആ കിട്ടുന്ന എക്സിൻ്റെ വാല്യൂ നിങ്ങൾ എന്തിനിട്ട് കൊടുക്കടാ? ഈ ഇക്വേഷൻ പ്രകാരമുള്ള സിൻ്റെ വാല്യൂ ആയിട്ട് ഇട്ട് കൊടുക്കുക. ഇവിടെ സി ആയിട്ട് എന്തിട്ട് കൊടുക്കുക? x = 2 കിട്ടി കഴിഞ്ഞാൽ സി ആയിട്ട് എന്തിട്ട് കൊടുക്കുക? 2 ഇട്ട് കൊടുക്കുക. a to c പ്ലസ് c to b ആക്കി കൊടുക്കണം എന്നാണ്. a to c, a എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്. 1 to 2 അത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 2 ഇങ്ങനെ ഒരു നമ്പർ ലൈനിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ആദ്യം കണ്ടുപിടിക്കുന്നതിന് നെഗറ്റീവും രണ്ടാമത്തേന് പോസിറ്റീവ് ഇട്ട് കൊടുക്കണം എന്നാണ്. 2-നേക്കാളും ചെറിയ വാല്യൂന്, 2-നേക്കാളും താഴത്തേക്കുള്ള വാല്യൂന്, അതായത് ആദ്യം കൊടുക്കുന്ന -2 മോഡ് ഒഴിവാക്കിയിട്ടാണ് ഇനി ഇവിടെ കൊടുക്കേണ്ടത് കേട്ടോ. ഇവിടെ മോഡുലസ് ഉണ്ട്, ഇതിൽ മോഡിനെ ഒഴിവാക്കിയിട്ടാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. x - 2 ഇതിൻ്റെ താഴെ, അത് മോഡിൻ്റെ ഡെഫിനിഷൻ പ്രകാരമുള്ളതാണ്, അതിലേക്കൊന്നും ഞാൻ കിടക്കണില്ല. മോഡിൻ്റെ x2ൻ്റെ തൊട്ടുപ്പുറത്തേക്കുള്ള വാല്യൂ നെഗറ്റീവായിട്ടും 2ൻ്റെ തൊട്ടപ്പുറത്തേക്കുള്ള വാല്യൂ നിങ്ങൾ എന്താക്കി കൊടുക്കുക? പോസിറ്റീവ് ആക്കി കൊടുക്കുക. 2ൻ്റെ അപ്പുറത്തേക്കുള്ള വാല്യൂ എന്ന് പറയുമ്പോൾ ഈ സാധനത്തിന് നെഗറ്റീവ് ഇട്ട് കൊടുക്കുക എന്നാണ്. മോഡ് ഒഴിവാക്കി മൈനസ് ഓഫ് x - 2 എന്നിട്ട് dx. വാല്യൂ 1 മുതൽ ഏത് വരെയാടാ? ഈ c വാല്യൂ വരെ, 1 മുതൽ 2 വരെ ഇട്ടു. പ്ലസ് 2 to 4 എന്ന് പറയുന്നത് b വാല്യൂ ആണ്, 2 എന്ന് പറയുന്നത് c വാല്യൂ ആണ്. c to b എന്ന് പറയുമ്പോൾ 2 to 4 ഇതിനെ പോസിറ്റീവ്. ഇത് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അവിടെ മാറ്റമൊന്നും വരില്ല. x - 2 എന്നിട്ട് കൊടുത്തു. ഓക്കെ, ഇനി ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. x മൈനസിന് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ? ഈ മൈനസിന് ഉള്ളിലേക്ക് എടുത്താൽ -x + 2 എന്നാവും. അതായത് 2 - x എന്ന് എഴുതി കൊടുക്കാം, തിരിച്ചെഴുതി കൊടുത്തു. ഓക്കെ, ഈ മൈനസിന് ഉള്ളിലേക്ക് എടുത്താൽ മൈനസ് ഇൻറ്റു എക്സ് -x ആയി, മൈനസ് ഇൻറ്റു -2 + 2 ആയി. അതായത് തിരിച്ചെഴുതി കൊടുത്താൽ 2 - x എന്നായി. 2നെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ 2x എന്ന് കിട്ടും. എക്സിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ x² എന്ന് കിട്ടും. എക്സിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ x²/2 എന്ന് കിട്ടും. 2നെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ 2x എന്ന് കിട്ടും. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും സെപ്പറേറ്റ് കൊടുക്കണം, മുകളിലും താഴെയും സെപ്പറേറ്റ് വാല്യൂസ് കൊടുത്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനൽ ആൻസർ 5/2 എന്ന് കിട്ടും. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഞാൻ വാല്യൂസ് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഫസ്റ്റത്തിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, സെക്കൻഡത്തിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അത് തമ്മിൽ എന്ത് ചെയ്തു? 1/2 ഒന്നിൻ്റെ കിട്ടും, രണ്ടാമത്തെ 2 കിട്ടും. അത് തമ്മിൽ പ്ലസ് ചെയ്താൽ 5/2 എന്ന് കിട്ടും. ആ ചെയ്യുന്ന സ്റ്റെപ്പുകളാണ്, ഞാൻ സെപ്പറേറ്റ് പറയുന്നില്ല. നിങ്ങൾ സ്വയം ചെയ്ത് നോക്കുക, എന്നിട്ട് ഇതിലുള്ളതും നിങ്ങൾ എഴുതിയതും കറക്റ്റ് അല്ലേ എന്ന് വെരിഫൈ ചെയ്യുക കേട്ടോ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, മിസ് ചെയ്യരുത്, ക്വസ്റ്റ്യൻ ഒഴിവാക്കരുത് കേട്ടോ. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ്. ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ശ്രദ്ധിച്ചോ, നമ്മൾ പ്രൊഡക്റ്റ് റൂള്, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയിൽ നമ്മൾ പ്രൊഡക്റ്റ് റൂൾ പറയുന്നു. അതേപോലെ ഇൻറ്റഗ്രേഷനിൽ ഒരു പ്രൊഡക്റ്റ് റൂൾ പോലൊരു സാധനമാണ് ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഫംഗ്ഷൻ, 2 ഫംഗ്ഷൻസ് മൾട്ടിപ്ലൈ ചെയ്യാനുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഫസ്റ്റ് ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് dx എന്നുള്ളതാണ്. അതിന് ഒരു ഓർഡർ ഉണ്ട്. തന്ന ക്വസ്റ്റ്യൻ ഏത് ഓർഡറിലാണെങ്കിലും ഈ ഓർഡറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങൾ ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഐലറ്റ് എന്നാണ് ആ ഓർഡറിനെ പറയുക. ഐലറ്റ് എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക്, എൽ എന്ന് പറഞ്ഞാൽ ലോഗരിതമിക്, എ എന്ന് പറഞ്ഞാൽ ഓൾജിബ്രൈക്ക്. ഓൾജിബ്രൈക്ക് എന്ന് പറഞ്ഞാൽ x² 2x x³ അങ്ങനത്തെയൊക്കെ ഫംഗ്ഷൻസിനെയാണ് ഓൾജിബ്രൈക്ക് എന്ന് പറയുക. ടി എന്ന് പറയുന്നത് ട്രിഗണോമെട്രിക്, ഇ എന്ന് പറഞ്ഞാൽ എക്സ്പോണൻഷ്യൽ. ഈ ഓർഡറിലായിരിക്കണം ഈ ഫംഗ്ഷൻ തരേണ്ടത് കേട്ടോ. ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ആ ഓർഡറിലേക്ക് മാറ്റിയിട്ടേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഈ പോർഷനിൽ വരുന്ന x ഇൻറ്റു ലോഗ് എക്സ്. ഓക്കെ, എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് ഫംഗ്ഷനാണ്? ഞാൻ നേരത്തെ പറഞ്ഞുള്ളൂ, ഓൾജിബ്രൈക്ക് ഫംഗ്ഷനാണ്. ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ ലോഗരിതമിക് ഫംഗ്ഷനാണ്. എടാ, ലോഗരിതമിക് ഫംഗ്ഷൻ കഴിഞ്ഞിട്ടല്ലേ ഓൾജിബ്രൈക്ക് ഫംഗ്ഷൻ ഉള്ളത്? അപ്പോൾ ഇങ്ങനെ ഇട്ടാണ് ഇതിന് എന്ത് ചെയ്യാൻ പാടില്ല? നേരിട്ട് ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യാൻ പാടില്ല. പകരം നേരിട്ട് അതിനെ ആദ്യം എന്താക്കി മാറ്റണടാ? ഇതിൻ്റെ ഓർഡർ തിരിച്ച് എഴുതണം. x ഇൻറ്റു ലോഗ് എക്സിനെ തിരിച്ച് ലോഗ് x ഇൻറ്റു എക്സ് എന്ന് എഴുതിയിട്ട് പ്രശ്നമൊന്നുമില്ലല്ലോ. 1 ഇൻറ്റു 2 എന്ന് എഴുതിയാലും 2 ഇൻറ്റു 1 എന്ന് എഴുതിയാലും ആൻസർ 2 തന്നെയല്ലേ? അപ്പോൾ അതേപോലെ ഈ മൾട്ടിപ്ലിക്കേഷൻ ഞാൻ എന്ത് ചെയ്തു?
തിരിച്ചെഴുതി കൊടുത്തു. ഓക്കെ അല്ലേ? അപ്പോൾ log x ഇൻറ്റു എക്സ് എന്നുള്ള മൾട്ടിപ്ലിക്കേഷനിലേക്ക് കൊടുത്തു. എന്നിട്ട് ഞാൻ ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ആണ്. ഫസ്റ്റ് ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ log x ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ്, ഇതിന് മൊത്തത്തിലൊരു ബ്രാക്കറ്റാണ് കേട്ടോ ഉള്ളത്, ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ്. സെക്കൻഡ് എന്ന് പറയുന്നത് എക്സ് ആണ്, എക്സ് ഇൻറ്റു ഡി എക്സ് ഹോൾ ഡി എക്സ് എന്ന് വരും. ഇവിടുത്തെ ഇൻറ്റഗ്രൽ വേറെ കാണണം, ഈ കണ്ട മൊത്തത്തിൻ്റെ ഇൻറ്റഗ്രൽ പുറത്ത് കാണണം. ആ രൂപത്തിലാണ് ചെയ്യേണ്ടത് കേട്ടോ. ഫസ്റ്റ് log x എഴുതി, എക്സിൻ്റെ ഇൻറ്റഗ്രൽ കാണുമ്പോൾ x²/2 എന്ന് എഴുതി. ഡെറിവേറ്റീവ് ഓഫ് എക്സ് കണ്ടാൽ 1/x എന്ന് കിട്ടും. എക്സിൻ്റെ ഡെറിവേറ്റീവ് കണ്ടാൽ x²/2 എന്ന് കിട്ടും, ഡി എക്സ് എന്ന് കിട്ടും. ഇതിൽ ഒരു എക്സും മുകളിലുള്ള ഒരു എക്സും എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 1/2നെ പുറത്ത് വെക്കുക, എക്സിനെ മാത്രമാണ് ഞാൻ അവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടാവുക കേട്ടോ. ഓക്കെ, 1/2 ഞാൻ അവിടെ പുറത്ത് വെച്ചു, എക്സിനെ മാത്രം ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടാവുക. ഇതിൽ x²/2 ഞാൻ ആദ്യം എഴുതി കൊടുത്താൽ ഇവിടെ x²/2 ഇൻറ്റു log x എന്ന് വന്നു, മൈനസ് 1/2 ഇൻറ്റു ഇൻറ്റഗ്രൽ എക്സ് ഡി എക്സ് എന്ന് വന്നു. എക്സിന് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടൂടാ, x²/2 എന്ന് കിട്ടും. 2 × 2 മൾട്ടിപ്ലൈ ചെയ്താൽ എന്താവും, 4 ആവും. x²/2 log x മൈനസ് x⁴ പ്ലസ് x²/4 പ്ലസ് c എന്ന് കിട്ടും. സിമ്പിൾ അല്ലേടാ? വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, മിസ് ചെയ്യരുത്, എന്തായാലും ഓർത്ത് വെക്കുക കേട്ടോ. ചാരിട്ട് വെക്കണേ. അടുത്തത് 1/x² + 9. 1/x² + 9. ഇതാ ഈ രണ്ട് ഇക്വേഷൻസ് നമ്മൾ നിർബന്ധമായിട്ട് ഓർത്ത് വെക്കണം. ഓർത്ത് വെച്ചോ. 1/x² + a² ആണെങ്കിൽ 1/a ഇൻറ്റു ടാൻ ഇൻവേഴ്സ് ഓഫ് x/a ആണ്. 1/√a² - x² ആണെങ്കിൽ സൈൻ ഇൻവേഴ്സ് ഓഫ് x/a ആണ്. ഇത് രണ്ടും വെച്ചിട്ടുള്ള ഓരോ ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ട് ഒന്ന് ഓർത്ത് വെക്കുക. ഇവിടെ ഈ ഫോമിലല്ലേ x² + a² എന്നുള്ള സ്ഥാനത്ത് ഇവിടെ 9 ആണ്. എന്തിൻ്റെ സ്ക്വയർ കണ്ടാലാണ് 9 കിട്ടുക, 3ൻ്റെ സ്ക്വയർ കണ്ടാൽ. അപ്പോൾ 1/x² + 3² എന്നാക്കി എഴുതി കൊടുത്തു ഞാൻ. എന്റെ സ്ഥാനത്ത് ഇവിടെ 3 ആണ്. അപ്പോൾ ആ റിസൾട്ടിലും a ഉള്ളിടത്തൊക്കെ 3 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 1/a ഇൻറ്റു ടാൻ ഇൻവേഴ്സ് ഓഫ് x/a എന്നാണ്. അപ്പോൾ 1/3 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് ഓഫ് x/3 + c. ഡയറക്റ്റ് ആ ഇക്വേഷനിൽ നേരിട്ട് കൊടുത്തു. ഇവിടെ 9 തന്നതിനൊന്ന് 3² ആക്കി കൊടുക്കണം എന്നുള്ളൊരു മാറ്റം മാത്രമേ ഉള്ളൂ. നേരിട്ട് ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. 1 മാർക്കിനോ 2 മാർക്കിനോ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്, മിസ് ചെയ്യരുത് കേട്ടോ. അതേപോലെ തന്നെയാണ് ഇതും സെയിം ക്വസ്റ്റ്യൻ. 16 - x² എന്നാണ്. 16 എന്ന് പറയുന്നത് a² സ്ഥാനത്താണ്. എന്തോ ഒരു സാധനത്തിൻ്റെ സ്ക്വയർ ആണ് 16 എന്നുണ്ടെങ്കിൽ അത് ഏതിൻ്റെ സ്ക്വയർ ആടാ, 4ൻ്റെ സ്ക്വയർ അല്ലേ. അപ്പോൾ 4² - x² ഇൻറ്റഗ്രൽ കാണുന്ന സമയത്ത് ഇവിടെ a² - x² ആണെങ്കിൽ സൈൻ ഇൻവേഴ്സ് ഓഫ് x/a + c എന്നാണ്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് x എന്ന് എഴുതി കൊടുത്തു, എൻ്റെ സ്ഥാനത്ത് 4 ആണ്. അപ്പോൾ x/4 + c എന്ന് എഴുതി കൊടുത്തു. ഡയറക്റ്റ് ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് കാണാൻ പറ്റുന്നതാണ്. സിമ്പിൾ അല്ലേടാ? സിമ്പിൾ അല്ലേ? ഓക്കെ അല്ലേ? ആൻഡ് ദെൻ നെക്സ്റ്റ് വൺ log x. എടാ ഇത് ഇതേപോലെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്, മിസ് ചെയ്യരുത് കേട്ടോ. ഒന്ന് പഠിച്ചു വെച്ചാൽ ചിലപ്പോൾ എക്സാമിന് ലോട്ടറി അടിക്കാൻ സാധ്യതയുണ്ട്, മിസ് ചെയ്യരുത്. ശ്രദ്ധിച്ചോ, log x dx ഇൻറ്റു 1. log xനെ നമുക്ക് നേരിട്ട് അവിടെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാൻ, ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യാൻ അവിടെ എന്തൊന്നുമില്ല, രണ്ടാമത്തെ ഒരു ടേം ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് കൊടുത്തുടാ, log x ഇൻറ്റു 1 എന്ന് കൊടുത്തു. ഓക്കെ, 1 എന്ന് പറയുന്നത് എന്ത് ഫംഗ്ഷനാണ്, ഓൾജിബ്രായിക് ഫംഗ്ഷനാണ്. ഓൾജിബ്രായിക് ഫംഗ്ഷനാണ്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യുക. ഫസ്റ്റ് ഇൻറ്റു log x ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ്. നേരെ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പോൾ എന്താ കിട്ടുക, log x ഇൻറ്റു ഇൻറ്റഗ്രൽ 1 dx മൈനസ് ഇൻറ്റഗ്രൽ ഡെറിവേറ്റീവ് ഓഫ് log x ഇൻറ്റു 1/x. ഡെറിവേറ്റീവ് ഓഫ് log x 1/x ആവും. ഇൻറ്റഗ്രൽ 1 എന്ത് കിട്ടും, എക്സ് എന്ന് കിട്ടും. ഈ എക്സും എക്സും എന്തായി പോകൂടാ, ക്യാൻസൽ ആയി പോകും. ബാക്കി അവിടെ 1 മാത്രമേ ഉണ്ടാവുള്ളൂ. 1 ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ എക്സ് എന്ന് കിട്ടും. എക്സ് log x, ഇവിടെ 1 ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ എക്സ് കിട്ടും. ആ എക്സിന് ആദ്യം എഴുതി കൊടുക്കുക. അപ്പോൾ x log x മൈനസ് 1 dx എന്ന് കിട്ടും. x log x മൈനസ് 1 dxൻ്റെ ഇൻറ്റഗ്രൽ കണ്ടാൽ എക്സ് എന്ന് കിട്ടും. x log x മൈനസ് എക്സ് പ്ലസ് c എന്ന് കിട്ടും. ഇത്രയാണ് ഈ പോർഷനിലുള്ളത്. ഞാനൊരു 14 ക്വസ്റ്റ്യനാണ് ആകെ ഇൻറ്റഗ്രൽസിൽ പറഞ്ഞത്. എടാ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 14 ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞത്. ഈ ക്വസ്റ്റ്യൻ ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. ഇത് മാത്രം പഠിച്ചിട്ട് ബൈ ഹാർട്ട് ചെയ്തിട്ടാണെങ്കിലും ഇത് പോകണം. ഇത് മിസ് ചെയ്ത് വെക്കരുത്. ഇൻറ്റഗ്രലത്തെ മാർക്ക് മിസ്സാവാതിരിക്കാനുള്ളൊരു മെത്തേഡാണ് അത്. ലോട്ടറി അടിക്കട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ.